ഐക്കൂടെ ഐക്യൂ നിയോ 8 സീരീസ് ലോഞ്ച് ചെയ്യാൻ പോകുന്നുണ്ട്. ഐക്യൂ നിയോ 8 സീരീസിൽ 2 ഫോണുകൾ വരാനാണ് സാധ്യത. ഐക്യൂ നിയോ 8ഉം അതുപോലെ തന്നെ ഐക്യൂ നിയോ 8 പ്രോയും. ഇപ്പം ഈ ഫോണുകളുടെ ഫീച്ചേഴ്സിനെ പറ്റിയിട്ടുള്ള പല കാര്യങ്ങളും അറിയാൻ കഴിഞ്ഞിട്ടുണ്ട്. അതുപോലെ തന്നെ ലോഞ്ച് ഡേറ്റും ഒഫീഷ്യലായിട്ട് തന്നെ കൺഫേം ആയിട്ടുണ്ട്. എന്തായാലും ഈ ഒരു വീഡിയോയിൽ നമ്മൾ നോക്കാൻ പോകുന്നത് ഐക്യൂ നിയോ 8 സീരീസിനെ പറ്റിയിട്ടാണ്. ആദ്യം നമ്മൾ ഫീച്ചേഴ്സും കാര്യങ്ങളൊക്കെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഈ 2 ഫോണുകളിലും 6.78 ഇഞ്ചിൻ്റെ ഡിസ്പ്ലേ വന്നേക്കാം. 1.5K ഡിസ്പ്ലേ ആയിരിക്കും ഇതിൽ വരിക. അതായത് ഫുൾ HD റെസൊല്യൂഷനേക്കാളും ബെറ്റർ ആയിട്ടുള്ള ഒരു റെസൊല്യൂഷൻ ഇതിൽ വരുന്നതായിരിക്കും. പിന്നെ അമോലെഡ് ഡിസ്പ്ലേയും കാര്യങ്ങളൊക്കെ വരുന്നതായിരിക്കും. ഫ്ലാറ്റ് ആയിട്ടുള്ള ഡിസ്പ്ലേ ആയിരിക്കും ഈ ഫോണുകളിൽ വരിക. അതുപോലെ തന്നെ ഈ ഫോണുകളിൽ 120 ഹെർട്സിൻ്റെ റിഫ്രഷ് റേറ്റ് ഒക്കെ സപ്പോർട്ട് ചെയ്തേക്കാം. പിന്നെ ഈ ഫോണുകളിൽ പഞ്ചോൾ ഡിസൈൻ ആയിരിക്കും വരിക. പഞ്ചോൾ വരിക ടോപ്പ് സെൻറ്റർ ഭാഗത്തായിട്ടായിരിക്കും. പിന്നെ 2160 ഹെർട്സിൻ്റെ PWM ഡിമ്മിങ് പോലുള്ള ഫീച്ചേഴ്സൊക്കെ ഈ ഫോണുകളിൽ വന്നേക്കാം. ഇൻ ഡിസ്പ്ലേ ഫിംഗർ പ്രിന്റ് സെൻസർ ആയിരിക്കും ഈ ഫോണുകളിൽ വരിക. പിന്നെ ഈ ഫോണുകളുടെ വീഗൻ ലെതർ ബാക്ക് ബോഡിയുമായിട്ട് വരുന്ന ഒരു വെർഷനൊക്കെ വന്നേക്കാം. ഇനി പ്രോസസ്സറിൻ്റെ കാര്യത്തിലോട്ട് വരികയാണെന്നുണ്ടെങ്കിൽ ഐക്യൂ നിയോ 8ൽ സ്നാപ്ഡ്രാഗൺ 8+ Gen 1 എന്ന പ്രോസസ്സർ വരാനാണ് സാധ്യത. ഇത് തൊട്ട് മുമ്പുള്ള ഫ്ലാഗ്ഷിപ്പ് പ്രോസസ്സറാണ്. അപ്പോൾ മികച്ച പെർഫോമൻസ് ഒക്കെ ഇതിൽ വരേണ്ടതാണ്. പിന്നെ 5G സപ്പോർട്ടും കാര്യങ്ങളൊക്കെ വരുന്നതായിരിക്കും. ഈ ഫോണിൽ 12GB റാം വരെയും അതുപോലെ തന്നെ 256GB ഇന്റേണൽ വരെയും വന്നേക്കാം. പിന്നെ 8 പ്രോയുടെ കാര്യത്തിലോട്ട് വരികയാണെന്നുണ്ടെങ്കിൽ mediatek dimensity 9200+ എന്ന പ്രോസസ്സറായിരിക്കും ഈ ഫോണിൽ വരിക എന്നാണ് ഇപ്പോഴുള്ള റിപ്പോർട്ടുകൾ പറയുന്നത്. ഇത് മീഡിയാടെക്കിൻ്റെ പുതിയ ഫ്ലാഗ്ഷിപ്പ് പ്രോസസ്സറാണ്. ബെസ്റ്റ് ആയിട്ടുള്ള പെർഫോമൻസും കാര്യങ്ങളൊക്കെ ഇതിൽ വരേണ്ടതാണ്. പിന്നെ ഇതിൽ 5G സപ്പോർട്ടും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. പിന്നെ ഈ ഫോണിൽ 16GB റാം വരെയും അതുപോലെ തന്നെ 512GB ഇന്റേണൽ വരെയും വന്നേക്കാം. ആൻഡ്രോയിഡ് 13 ബേസ് ആയിട്ടുള്ള സോഫ്റ്റ്വെയർ ആയിരിക്കും ഈ ഫോണിൽ വരിക. ഇന്ത്യയിൽ ഫൺ ടച്ച് OS സോഫ്റ്റ്വെയറും ചൈനീസ് മാർക്കറ്റിൽ ഒറിജിനൽ OS സോഫ്റ്റ്വെയറും വരാനാണ് സാധ്യത. പിന്നെ 3.5mm ഓഡിയോ ജാക്കും അതുപോലെ തന്നെ മെമ്മറി കാർഡ് സ്ലോട്ടൊന്നും ഈ ഫോണുകളിൽ വരാൻ ചാൻസ് ഇല്ല. ഇനി ക്യാമറയുടെ കാര്യത്തിലോട്ട് വരികയാണെന്നുണ്ടെങ്കിൽ അതിനെ പറ്റിയിട്ടുള്ള ഫുൾ കാര്യങ്ങൾ ഇപ്പം പറയാൻ കഴിഞ്ഞിട്ടില്ല. എന്നാലും 8 പ്രോയിൽ 50 മെഗാപിക്സലിലെ സോണി IMX66Vയുടെ മെയിൻ ക്യാമറ സെൻസർ ആയിരിക്കും വരിക എന്നാണ് റിപ്പോർട്ടുകൾ പറയുന്നത്. ഇതിൽ OS എന്നുള്ള ഫീച്ചറും സപ്പോർട്ട് ചെയ്തേക്കാം. 8ലും 50 മെഗാപിക്സൽ മെയിൻ ക്യാമറ സെൻസർ വരാനാണ് സാധ്യത. പക്ഷേ ഏത് കമ്പനിയുടെ സെൻസറാണ് എന്നുള്ള കാര്യങ്ങളൊന്നും ഇപ്പം അറിയാൻ കഴിഞ്ഞിട്ടില്ല. പിന്നെ 2 ഫോണുകളുടെയും പിന്നിൽ ട്രിപ്പിൾ ക്യാമറ സെറ്റപ്പ് ആയിരിക്കും വരിക. ബാക്കി 2 സെൻസേഴ്സിനെ പറ്റിയിട്ടുള്ള കൂടുതൽ കാര്യങ്ങൾ ഇപ്പം അറിയാൻ കഴിഞ്ഞിട്ടില്ല. പിന്നെ ഈ ഫോണുകളിൽ 16 മെഗാപിക്സൽ സെൽഫി ക്യാമറ ആയിരിക്കും വരിക. അതുപോലെ തന്നെ ക്യാമറ പെർഫോമൻസ് ഒക്കെ ഇമ്പ്രൂവ് ചെയ്യാൻ വേണ്ടിയിട്ട് വിവോയുടെ V1+ ISP ചിപ്പൊക്കെ ഇതിൽ വരുന്നതായിരിക്കും. ഇനി ബാറ്ററിയുടെ കാര്യത്തിലോട്ട് വരികയാണെന്നുണ്ടെങ്കിൽ 8 പ്രോയിൽ 5000 mAhന്റെ ബാറ്ററി വന്നേക്കാം. 120 വാട്ടിൻ്റെ ഫാസ്റ്റ് ചാർജ് സപ്പോർട്ട് ചെയ്യുന്നതായിരിക്കും. അതുപോലെ തന്നെ Type-C ചാർജിംഗ് പോർട്ടും ഇതിൽ വരുന്നതായിരിക്കും. 8ലും 5000 mAhന്റെ ബാറ്ററി അല്ലാന്നുണ്ടെങ്കിൽ അതിനേക്കാൾ കുറഞ്ഞൊരു ബാറ്ററി കപ്പാസിറ്റി ആയിരിക്കും വരിക. ഫാസ്റ്റ് ചാർജിങ് സപ്പോർട്ട് ചെയ്യുന്നതായിരിക്കും. പക്ഷേ എത്ര വാട്ടിൻ്റെ ചാർജിങ് സ്പീഡാണ് എന്നുള്ള കാര്യങ്ങളൊന്നും ഇപ്പം അറിയാൻ കഴിഞ്ഞിട്ടില്ല. അപ്പം ഇതൊക്കെയാണ് ഫീച്ചേഴ്സിനെ പറ്റി പറയാനുള്ള കാര്യങ്ങൾ. പിന്നെ ഈ ഒരു ഫോൺ എന്ന് ലോഞ്ച് ചെയ്യുമെന്ന് വെച്ചാൽ മെയ് 23-നാണ് ഈ സ്മാർട്ട് ഫോൺ ലോഞ്ച് ചെയ്യാൻ പോകുന്നത്. പക്ഷേ ആ ഒരു ദിവസം ഇന്ത്യൻ മാർക്കറ്റിലല്ല, ആ ഒരു ദിവസം ചൈനീസ് മാർക്കറ്റിലായിരിക്കും ഈ ഫോണുകൾ ലോഞ്ച് ചെയ്യുക. പിന്നെ ഇതിൻ്റെ കൂടെ ഐക്യൂ പാഡ് എന്ന ടാബ്ലറ്റും ലോഞ്ച് ചെയ്തേക്കാം. എന്തായാലും അതിനെ പറ്റിയിട്ടുള്ള കൺഫർമേഷൻസ് ഇപ്പം പുറത്ത് വന്നിട്ടില്ല. വിലയുടെ കാര്യം പറയുകയാണെന്നുണ്ടെങ്കിൽ അതിനെ പറ്റിയിട്ടുള്ള കൂടുതൽ കാര്യങ്ങളൊന്നും ഇപ്പം പറയാൻ കഴിഞ്ഞിട്ടില്ല. എന്നാലും നമ്മുടെ എക്സ്പെക്ടേഷനും കാര്യങ്ങളൊക്കെ പറയുകയാണെന്നുണ്ടെങ്കിൽ ഐക്യൂ നിയോ 8 എന്ന ഫോൺ ഒരു 35,000 രൂപ പ്രൈസ് റേഞ്ചിലേക്കായിട്ട് എത്തിയേക്കാം. അതുപോലെ തന്നെ 8 പ്രോ എന്ന ഫോൺ ചിലപ്പം ഒരു 40,000-45,000 രൂപ പ്രൈസ് റേഞ്ചിലായിട്ടും എത്തിയേക്കാം. കൺഫർമേഷൻസ് ഒന്നുമില്ല, ജസ്റ്റ് നമ്മുടെ എക്സ്പെക്ടേഷൻ പറഞ്ഞു എന്നേ ഉള്ളൂ. ഇനി ഈ ഫോണുകൾ ഇന്ത്യയിൽ ലോഞ്ച് ചെയ്യുമെന്ന് വെച്ചാൽ ഇന്ത്യയിൽ മിക്കവാറും ഈ ഫോണുകൾ ലോഞ്ച് ചെയ്യുന്നതായിരിക്കും. പക്ഷേ ഇന്ത്യയിൽ ലോഞ്ച് ഡേറ്റിനെ പറ്റിയിട്ടുള്ള കൂടുതൽ കാര്യങ്ങളൊന്നും ഇപ്പം പറയാൻ കഴിഞ്ഞിട്ടില്ല. അതിനെ പറ്റിയിട്ടുള്ള കൂടുതൽ കാര്യങ്ങളൊക്കെ അറിയുമ്പം അതിനെ പറ്റിയിട്ടുള്ള വീഡിയോസൊക്കെ നമ്മൾ ചെയ്യുന്നതായിരിക്കും. അപ്പം അതുപോലുള്ള വീഡിയോസൊക്കെ കാണാൻ താല്പര്യമുണ്ടെന്നുണ്ടെങ്കിൽ ഈ ചാനലും സബ്സ്ക്രൈബ് ചെയ്യാവുന്നതാണ്. പിന്നെ ഇന്ത്യയിൽ ഈ ഫോണുകൾ ഇതേ പേരിൽ എത്തുമോ എന്നുള്ള കാര്യങ്ങളും പറയാൻ പറ്റില്ല. ചിലപ്പം ഇന്ത്യയിൽ ഡിഫറെൻ്റ് ആയിട്ടുള്ള പേരുകളിലായിരിക്കും ഈ ഫോണുകൾ എത്തുക. പലപ്പോഴും അങ്ങനെയാണ് ഉണ്ടാവാറ്. ചൈനീസ് മാർക്കറ്റിലും ഇന്ത്യൻ മാർക്കറ്റിലും സെയിം ഫോൺ ഡിഫറെൻ്റ് ആയിട്ടുള്ള പേരുകളിൽ ഐക്യൂ ലോഞ്ച് ചെയ്യാറുണ്ട്. എന്തായാലും കൺഫർമേഷൻസ് ഒന്നുമില്ല. എന്തായാലും ഐക്യൂടെ നിയോ 8 സീരീസ് ലോഞ്ച് ചെയ്യാൻ പോകുന്നുണ്ട്. വളരെ മികച്ച ഫീച്ചേഴ്സും കാര്യങ്ങളൊക്കെ ഈ ഫോണുകളിൽ വന്നേക്കാം. അത്യാവശ്യം നല്ലൊരു പ്രൈസിങ്ങിലും കൂടി ഈ ഫോണുകളിൽ ലോഞ്ച് ചെയ്യണമെന്നുണ്ടെങ്കിൽ വളരെ നല്ലൊരു കാര്യമായിരിക്കും. എന്തായാലും ഐക്യൂ നിയോ 8 സീരീസിനെ പറ്റിയിട്ടുള്ള നിങ്ങളുടെ അഭിപ്രായം ജസ്റ്റ് ഒന്ന് കമൻറ്റ് ചെയ്യുക. അതുപോലെ തന്നെ ഈ സ്മാർട്ട് ഫോണുകൾ ഇന്ത്യൻ മാർക്കറ്റിൽ നിങ്ങൾ ഏത് പ്രൈസിങ്ങിലാണ് എക്സ്പെക്റ്റ് ചെയ്യുന്നത് എന്നുള്ള കാര്യം കൂടി ജസ്റ്റ് ഒന്ന് കമൻറ്റ് ചെയ്യുക.